ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കിഴി പൊറാട്ട ആണ്. പൊറാട്ടയും ബീഫും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ റെസിപ്പിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിഴി പൊറാട്ട സൂപ്പർ എമ്മി ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനിവിടെ ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു 500 ഗ്രാം ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വീണ്ടും നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മുടെ മസാലയിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് നല്ലോണം അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് പലതരത്തിലുള്ള വേവാണ് നമുക്കുണ്ടാവുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാൻ ഞാൻ പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ഒരു ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നെക്സ്റ്റ് നമ്മുടെ മല്ലിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കരിവേപ്പിൻ്റെ ഇല എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഞാനൊരു 3 അല്ലി കരിവേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം, ഒരു ഇത്തിരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മസാല ഡ്രൈ ആയതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ശേഷം ഞാനിതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ച് ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് വേവിച്ച വെള്ളമാണ് ഞാനിതിലേക്ക്, നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഒഴിവാക്കരുത്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും എരിവൊക്കെ പാകമാണോ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് വേവിച്ച് വെച്ച ബീഫാണ്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ മസാല എത്തണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാനിത് വേറൊരു ഗ്രേവി വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കപ്പോ 2 കപ്പോ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി.
അപ്പോൾ അങ്ങനെ സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ വേറെ കറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബീഫിൻ്റെ തന്നെ വേറെ കറിയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാഴൻ്റെ ഇല വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വാഴൻ്റെ ഇല നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് ഗ്യാസിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വാട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം വാഴൻ്റെ ഇല വെച്ച് അതിലേക്ക് ഒരു പൊറാട്ട വെച്ച്, ഞാൻ ബീഫിൻ്റെ ഗ്രേവി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് എല്ലായിടത്തേക്കും ആക്കി, പിന്നെ നമ്മുടെ ബീഫിൻ്റെ മസാല വെച്ച് കൊടുത്ത്, പിന്നെ ഒരു പൊറാട്ട വെച്ച്, പിന്നെയും കുറച്ച് ഗ്രേവി ആക്കി, പിന്നെ കുറച്ച് മസാല വെച്ച്, പിന്നെ കുറച്ച് ഡെക്കറേഷനായിട്ട് തക്കാളിയും ക്യാരറ്റും വെച്ച് കൊടുത്ത് ഇന്ന് നമുക്കിതൊന്ന് നന്നായിട്ട് കെട്ടിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ 4 കിഴിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ പൊറാട്ട വെക്കുക, ഗ്രേവി ആക്കുക, മസാല ആക്കുക, പിന്നെ നെക്സ്റ്റ് ഒരു പൊറാട്ട വെക്കുക, പിന്നെ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം, പിന്നെ തക്കാളി ക്യാരറ്റ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ലോണം അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടോ. ശേഷം ഇതാ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കിഴി വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല സ്മെല്ലൊക്കെ വരും. വാഴൻ്റെ ഇല നന്നായിട്ട് നമുക്ക് മണമൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് സൈഡിലേക്കൊക്കെ ആക്കി മാറ്റി കൊടുക്കാം, കാരണം നമ്മുടെ ഗ്യാസ് നടുവിൽ മാത്രമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുത്ത്, അപ്പോൾ നമ്മുടെ അടിയൊക്കെ കണ്ടില്ലേ നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. വാഴൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴിപ്പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടി അടിയൊക്കെ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴിപ്പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കിഴിപ്പൊറാട്ട. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ വാഴൻ്റെ ഇല എല്ലാം നല്ല സ്മെല്ലായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിങ്ങനെ തുറന്ന് നോക്കാം. വാവ്, സെറ്റാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ബീഫും പൊറാട്ടയും. 2 വാഴൻ്റെ ഇല എടുക്കുക, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മളിതിന്നൊരു കഷ്ണമൊക്കെ എടുത്ത് ആ മസാലയൊക്കെ കൂട്ടി ചേർത്ത് ഒന്ന് നമുക്ക് കഴിച്ച് നോക്കാം. യമ്മിയാണ്, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കേട്ടോ. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഇനി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറാണ്. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സാലഡ് ഉണ്ട്, നമുക്ക് ഒരു പീസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് സാലഡ് കഴിക്കാം. പിന്നെ സെറ്റാണ്. നമുക്കിതിലേക്ക് ഇനി വേണമെങ്കിൽ എഗ്ഗ് ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിതൊരു സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴിപ്പൊറാട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.